ആദി പറഞ്ഞ മുത്തപ്പന്മാരെ കുലവൂ പിറന്ന മുത്തിമാരെ ഇങ്ങക്കറിവുമില്ലേ തിരിവുമില്ലേ ഇങ്ങക്കറിവുമില്ലേ തിരിവുമില്ലേ 4 കോടി 42 ഈശ്വരന്മാർ തുണയായി തന്നിരിക്കണോ 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി തന്നിരിക്കണം എൻ്റെ അപ്പന പൂപ്പന്മാരെ കാട്ടില തണ്ടാന്റെ കള്ള് കൈക്കോത്ത കർമ്മോ അറിവില്ല തിരിവില്ല പൈതങ്ങളെ കാട്ടിലല്ല തണ്ടാന്റെ കള്ള് കൈക്കോത്ത കർമ്മോ അറിവില്ല തിരിവില്ല പൈതങ്ങളെൻ്റെ അപ്പന പൂപ്പന്മാരെ ഞങ്ങളുടെ കർമ്മോ കൈപ്പറ്റനട്ടോ ഞങ്ങളുടെ കർമ്മോ കൈപ്പറ്റനട്ടോ എൻ്റെ അപ്പന പൂപ്പന്മാരെ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ മയിലുകേറാമലയിൽ മയിലാട്ടം കണ്ട് താമസിച്ചേ മയിലുകേറാമലയിൽ മയിലാട്ടം കണ്ട് താമസിച്ചേ കാളകേറാ പൊന്മലയിൽ കാളകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ ആടുകേറാമലയിൽ ആടുകളി കണ്ട് താമസിച്ചേ ആടുകേറാമലയിൽ ആടുകളി കണ്ട് താമസിച്ചേ താമസിച്ചേ ഒക്കുകേറാ പൊന്മലയിൽ ഒക്കുകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ കുലുകൂകും മാമലയിൽ കുയിലാട്ടം കണ്ട് താമസിച്ചേ കുലുകൂകും മാമലയിൽ കുയിലാട്ടം കണ്ട് താമസിച്ചേ കുതിരകളി കണ്ട് താമസിച്ചേ കുതിരകേറാ പൊന്മലയിൽ കുതിരകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ മാനുകേറാമലയിൽ മാനാട്ടം കണ്ട് താമസിച്ചേ മാനുകേറാമലയിൽ മാനാട്ടം കണ്ട് താമസിച്ചേ താമസിച്ചേ പാമ്പുകേറാ പൊന്മലയിൽ പാമ്പുകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ ആനകേറാമലയിൽ ആനകളി കണ്ട് താമസിച്ചേ ആനകേറാമലയിൽ ആനകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ
വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്നാ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ അർച്ചന ആൻഡ് അജൽ Hello. സൂപ്പർ ആയിരുന്നു. വൺ വൈബ് ആയിരുന്നു സ്റ്റാർട്ടിങ് തൊട്ട്. അടിപൊളിയായിരുന്നടാ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? കലക്കി മക്കളെ കലക്കി. താങ്ക് യു. അർച്ചന ഒന്ന് തിരിഞ്ഞേ. വാവ്, റെഡ് കളർ പൂവ് അതെ മാം. സൂപ്പർ ആയിട്ടുണ്ട്. ഈ മേക്കപ്പ് ആരാ? അതാ ഐസിൽ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് വിനോദ് ചേട്ടനാണ്. എനിക്ക് തോന്നുന്നു അർച്ചനയ്ക്ക് ഇതുമാരത്തെ മേക്കപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടല്ലേ. ഇതൊരു മുന്നേ ഒരു സോങ് പാടിയപ്പോ ഇതുപോലെ മേക്കപ്പ് ചെയ്തില്ലേ? അതെ അതെ. നല്ല രസമുണ്ട് കാണാൻ. ആ റെഡ് വന്നപ്പോഴത്തേക്ക് ശരിക്കും ഓ ഭയങ്കര ഒരു ലുക്ക്. താങ്ക് യു. അജൽ ഹായ് മാം. ഒട്ടും കുറവല്ല. അജലിന്റെ മുഖത്തും ഉണ്ടാ. ഉണ്ട്. എടാ നീ ഫുൾ ടൈം അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് സോറി മാം. എന്തുവാണ് അജല? കണ്ടതേ ഇല്ല. ഫോക്കസ് മാൻ. ഓക്കെ. അല്ല ഷാൻ, ഈ അജലിനെ ഞാൻ ഈ പ്രൊഫൈലേ കാണുന്നുള്ളൂ. അജലിന്റെ മുഖത്തും ആ കളറുണ്ട്. അതിപ്പോഴാണ് ഞാൻ കണ്ടത്. ആ ചേച്ചി ഈ കണ്ണിലെ അജലിന്റെ അല്ല അത് ഇതുവരെ കണ്ടില്ല. ഓ ശരിയാ, ലുക്ക് കംപ്ലീറ്റ് അങ്ങോട്ടായിരുന്നല്ലോ. ആ അതെ, അജൽ സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു മാം. ഇത് അടി കൊണ്ട പോലെ. ആക്ച്വലി നിങ്ങളുടെ രണ്ടുപേരുടെ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് അതാ ചെയ്യണം. അതാ ആ ശരിയായിരുന്നു. ഇത് അജലിനെ കണ്ടോ? ഇപ്പം മനസ്സിലാവണില്ല. ഇപ്പം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ. ആ ഇപ്പോഴാണ് correct. ഇപ്പൊ ശരിയായോ? അതെ. Yeah. എന്തായാലും രണ്ടുപേരും സൂപ്പർ ആയിട്ട് പാടി. ഈ ആ തുടക്കത്തിൽ മാത്രമാണ് ഒരു ചെറിയൊരു സ്ലിപ്പ് പോലെ തോന്നിയത്. അല്ലാതെ മനോഹരായിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രയും പൊളിച്ചു, ഡാൻസേഴ്സും വിഷ്വലും എല്ലാം കലക്കി. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആടി 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 ഇരുന്നു. അത്ര ഗംഭീരായിരുന്നു. ഈ ഫോക്ക് സോങ്സ് ശരിക്കും നമ്മുടെ രണ്ട് ടീമിലുള്ള പിള്ളേരും ഗംഭീരാക്കുന്നുണ്ട്. എന്തായാലും നല്ല സെലക്ഷൻ, ഞങ്ങൾ എൻജോയ് ചെയ്തു. ഗോഡ് ബ്ലെസ് യു ഡാർലിങ്സ്. താങ്ക് യു മാം. എംടി സർ. അർച്ചന ആൻഡ് അജൽ ഹായ് സാർ. ഹലോ സർ. കലക്കി കേട്ടോ. താങ്ക് യു സാർ. നല്ല രസമുണ്ടായിരുന്നു. Thank you, sir. ഈ രസം എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പാട്ട് മാത്രമല്ല, നിങ്ങൾ പാടി നന്നായിരുന്നു, പക്ഷെ അതിൻ്റെ ബാക്ക്ഡ്രോപ്പ്, പിന്നെ പുറയിലുണ്ടായിരുന്ന ഒരു ആന, പിന്നെ വെഞ്ചാമരം വീശുന്നത്, പിന്നെ ഡാൻസേഴ്സ്, പിന്നെ കോറസ്, പിന്നെ ഓർക്കസ്ട്ര, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് കാവിലെ ഭഗവതി പോലും ഒന്നിരുന്ന് ഒന്നാടി പോകും. ആ രീതിയിലായിരുന്നു പാടിയത്. താങ്ക് യു സാർ. രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അർച്ചനയ്ക്കൊരു 4 കോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ശകലം ശ്രുതിയുടെ ഒരു സ്വല്പം ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊന്നും ഇതിനകത്തൊരു വലിയ കാര്യമല്ല, എങ്കിലും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ടോട്ടലി നന്നായിരുന്നു, ഗംഭീരമായിരുന്നു, കളർഫുൾ ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സർ. ശരത് സർ. നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരും കേട്ടോ. അത് പിന്നെ ഇവന്റെ അടപ്പ് എനിക്ക് കുറച്ച് ഇഷ്ടമായി. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിൽ നല്ലതായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്തു. താങ്ക് യു സാർ. അത് അങ്ങനെ വേണം. അല്ലെങ്കിൽ അത് ചിലർ വരുത്താൻ കഷ്ടപ്പെടുമ്പോൾ നിനക്ക് ദൈവമായിട്ട് കൊണ്ടിട്ട് വന്നു. അതെ, ദൈവാനുഗ്രഹം അതല്ലാണ്ട് എനിക്ക് പനിയുടെ ഒരു അടപ്പും നല്ലോണം ഉണ്ടായിരുന്നു സാർ. എല്ലാം കൊണ്ടും നന്നായി. താങ്ക് യു സാർ. താങ്ക്സ് ടു ദ പനി. അജലേ, നീ പാടിയത് എനിക്ക് ഒരു പൊടി ഇഷ്ടമായിടാ കൂടുതൽ. താങ്ക് യു സാർ. ഒരു റസ്റ്റിക് ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു. ഈ ഇപ്പം നമ്മുടെ അർച്ചനയും നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഈ ഒരു പാട്ടിനൊരു ഒരു ഗുമ്മുണ്ടല്ലോ, അത് നമ്മളെ ഇങ്ങനെ ഇത് കുറേ 1 മണിക്കൂറൊക്കെ കേട്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം അങ്ങനെ നമ്മൾ തുള്ളും, അറിയാണ്ട് തുള്ളിപ്പോവും. അങ്ങനെ ഒരു ലെവലുള്ള പാട്ടുകളാണിത്. അതൊക്കെയാലും ഇത് ചെയ്തവർക്കും നിങ്ങൾക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ, അമ്മേൻ്റെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. എനിക്ക് നിങ്ങൾ രണ്ടുപേരും പാടിയത് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സാർ. താങ്ക് യു സർ. എന്നെ ഒരു പൊടിക്ക് ഞെട്ടിച്ചത് അജലാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ അജൽ ഇങ്ങനെ പാടും ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു സാർ. അർച്ചന പിന്നെ എനിക്കറിയാം, നന്നായിട്ട് തന്നെ പാടുന്ന എനിക്കറിയാം. അജലിൻ്റെ ഈ പറഞ്ഞ ചെറിയൊരു അടപ്പുണ്ടായിരുന്നു, ആ ഒരു റസ്റ്റിക് ഫീല്, ചെറിയ ചെറിയ അല്ലറ ചില്ലറ ക്രാക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എടാ അത് ഞാൻ പറയട്ടെ, അതിപ്പോൾ ഒരു ലവ് സോങ് ആണ് പാടുന്നെങ്കിൽ ഈ പറയുന്ന എല്ലാം പ്രശ്നമാണ്. ഈ പറയുന്ന അടപ്പ് പ്രശ്നമാണ്, ഈ പറയുന്ന പോലെ ക്രാക്ക് പ്രശ്നമാണ്. പക്ഷെ ഈ ഒരു പാട്ടിന് ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ലോക്കിൽ വന്ന് വീണു. താങ്ക് യു സാർ. ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ഒരു
ആ ഒരു റോ ഒഥൻറ്റിക് ഫോക്ക് ഫീൽ ഉണ്ടല്ലോ, അത് വന്നു. മോളൊട്ടും പുറകിലല്ല, ഞാൻ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, നന്നായിരുന്നു. പിന്നെ അർച്ചന അഗൈൻ എപ്പോഴും ടോൺസ് കൃത്യമായിട്ട് മോഡുലേറ്റ് ചെയ്ത് എന്താണോ പാട്ടിന് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുന്ന ആളാണ് അർച്ചന. രണ്ടുപേരും കലക്കി. ഓക്കെ, മാർക്സ് വെക്കാം. ആദ്യം മാജിക് ബീറ്റ്സിന്റെ മാർക്കിലേക്ക് പോവാം. ശരത് സർ. അജലേ സാർ 9 മാർക്സ്. താങ്ക് യു സാർ. MG സർ. സെയിം 9. താങ്ക് യു സാർ. ചേച്ചി. അജൽ Ma'am. മാർക്സ് ഗാനക്കുടത്തിൽ. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ അജലിന്റെ ടോട്ടൽ 18. സൂപ്പർ. ഇനി അർച്ചനയുടെ. ശരത് സർ. 8.9 മാർക്സ്. താങ്ക് യു സർ. MG സർ. 8.9. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 17.8. അടിപൊളി, സൂപ്പർ.